ഘട്ടമനയിലെ വേദവതി അമ്മയുടെ കൃത്യമായ ജാതകത്തിൽ പിറക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ ചെറിയ കാര്യമാണോ? ബ്രഹ്മാസ്ത്രം, പാശുപതാസ്ത്രം, വജ്രായുധം പോലെ പവർഫുൾ ആണ്. എന്റേത് വ്യാജ ജാതകമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഇവരെല്ലാവരും ചങ്ക് പൊട്ടി ചാവുമല്ലോ. നിഹാരിക, എന്താ രാജുവേട്ടാ? ശരിക്കും നിന്റെ ജാതകത്തിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ലല്ലോ അല്ലേ? രാജുവേട്ടാ, തമാശയ്ക്ക് പോലും ഇനി ഇങ്ങനെ പറഞ്ഞു പോരുത്. എന്റെ ഇമോഷൻ അതിന്റെ പീക്കിലേക്ക് പോയി കഴിഞ്ഞാ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല. എന്നിട്ട് നിന്റെ കല്യാണം നടക്കാൻ ഇത്ര പ്രയാസം എന്താ? ഇവിടുത്തെ മരുമകളാകുന്നത് കാണാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്നിട്ടും അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവിടെ നിന്ന് നീ നിന്റെ വീട്ടിലേക്ക് പോകുന്ന നല്ലതെന്നാ എന്റെ അഭിപ്രായം. രാജുവേട്ടാ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? സത്യം പറയുമ്പോ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? നിങ്ങളോട് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ. എന്ത് വേണ്ടെന്ന് പറഞ്ഞു? കസ്തൂരി പൂശിയാലും കഴുത കഴുതയാന്ന് പറയുന്ന പോലെയാ നിന്റെ ഒരു അവസ്ഥ. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളെല്ലാവരും? നമ്മള് വഴക്കടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നമുക്ക് തന്നെ പ്രശ്നമാവുന്ന് മനസ്സിലാക്കിയിട്ടേ എല്ലാരും ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ ഒന്ന് മാറ്റിവെക്ക്. നിഹാരികെ, നീ ഒന്ന് കൂളാവ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. കൃഷ്ണനെ നീയുമായിട്ടുള്ള കല്യാണത്തിന് നോ പറഞ്ഞെങ്കില് അതിനുള്ള ഒരേ ഒരു റീസൺ ആ ആവനിയ. കർത്താവും കർമ്മവും ക്രിയയും ഒക്കെ അവള് തന്നെയാ. നിഹാരികയുടെ അടുത്ത് നിന്ന് എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ കുടുംബത്തിന് ചുറ്റും ഇത്രയും നാൾ ഞാൻ കവചമായി നിന്നു. ഇപ്പൊ ഞാൻ തന്നെ ആ കല്യാണം നടത്തുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാ കള്ളന്റെ കയ്യിൽ തന്നെ താക്കോല് കൊടുക്കുന്ന പോലെയാകും. നീയാണെങ്കി അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ആവനിയെ കല്യാണത്തിന്റെ ബാധ്യത ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. ആ ആവനിയോ ഇത്ര നേരമായിട്ടും കൃഷ്ണനോട് സംസാരിച്ചിട്ട് കൂടിയില്ല. പുറത്തെവിടെയോ കറങ്ങി നടക്കുക. നിനക്കെതിരെ ഒരു കെണിയൊരുക്കാനായിരിക്കും നിനക്കെതിരെയുള്ള തിരക്കഥ എഴുതുന്നത്. നിങ്ങളുടെ കല്യാണം നടത്തിപ്പ് ആവനി ഏറ്റെടുക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. കൂടാതെ കൃഷ്ണ എല്ലാവരുടെയും മുന്നില് നിന്നെ കല്യാണം കഴിക്കാൻ അവന് പറ്റില്ല എന്ന് ആണയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവന് പറഞ്ഞാലും ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ നിന്റെ ടാലന്റ് ഉപയോഗിച്ച് കൃഷ്ണയുടെ അടുത്തുനിന്ന് വഴി വെട്ടുന്നതായിരിക്കും നല്ലത്. പെണ്ണൊന്ന് മനസ്സ് വെച്ചാ എത്ര വലിയ ആണിനെയും കീഴ്പ്പെടുത്താന്ന് പറയും. ആഫ്റ്റർ ഓൾ കൃഷ്ണയെ നിനക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഷെയിം ഷെയിം ഷെയിം. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു രാജുവേട്ടാ. ഞാൻ അടുത്തേക്ക് പോകുമ്പോ അവൻ ദൂരേക്ക് മാറുക. മറ്റൊരു രീതിയിൽ ശ്രമിക്ക് നിഹാരികെ. കൃഷ്ണയും പുറത്തുനിന്ന് വന്ന ശേഷം റൂമിൽ തന്നെ കുത്തിയിരിക്കുമല്ലേ, ചെല്ല്. കടുവയെ പിടിക്കുന്ന കിടുവ എന്ന് പറയും പോലെ നിഹാരിക ഒരു കടുവയാണെങ്കിൽ ആവനി ഒരു കിടുവയായി മാറുന്നുണ്ട്. ആഗ്രഹിച്ചതൊന്നും നടക്കുകയില്ല, നടന്നതൊന്നും ആഗ്രഹിച്ചതല്ല, നടന്നതൊന്നും ആഗ്രഹിച്ചതല്ല, ആഗ്രഹിച്ചതൊന്നും നടക്കുന്നുമില്ല. കരയരുത് മനസ്സേ, കരയരുത് കരളേ. പാലാരിവട്ട റൗണ്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലേ? ഏട്ടൻ അതിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അവനി പറഞ്ഞതൊന്നും നടന്നത് മറ്റൊന്നും ആണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പോലീസ് സ്റ്റേഷൻ എന്ന വാക്ക് അവന് ചുമ്മാതെ ഉപയോഗിക്കില്ല. തുടങ്ങാം, അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങാം. ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി ഈ പ്രേമമന്ദിരം ചുവന്ന പൂക്കളും, ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി. കൃഷ്ണ, ഒന്ന് മൂട് പിടിച്ചു വരുവാ, തടയരുത്. ഇവിടെ ഇങ്ങനെ വിഷാദഗാനങ്ങൾ മാത്രം കേട്ടിരിക്കാൻ നിനക്ക് എന്താ സംഭവിച്ചത് കൃഷ്ണ? പ്രേമിച്ച പെണ്ണ് നിന്നെ തേച്ചിട്ട് പോയോ? അതോ കല്യാണം കഴിക്കാന്ന് പറഞ്ഞവിടെ നിന്നെ വഞ്ചിച്ചോ? ഇല്ലല്ലോ. എന്റെ അടുത്ത് നിന്ന് നീയല്ലേ അകന്ന് നിൽക്കുന്നത്. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചൂടെ കൃഷ്ണ? എനിക്ക് തിരക്കുണ്ട്, ഒന്ന് പുറത്തു പോണം. ഇപ്പോഴല്ലേ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു പോയത്. ഇപ്പൊ മറ്റൊരു തിരക്കുണ്ട്. എന്നെ പോലൊരു പെണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ
എങ്ങനെയാ തോന്നുന്നേ? ഒഴിഞ്ഞു മാറുന്നതിന്റെ പ്രയാസം എന്താണെന്ന് എനിക്കറിയാം. നീ എന്തറിഞ്ഞിട്ടാ? ഇതെല്ലാം ആവനി ഒരുക്കിയ കുരുക്ക. ഞാനാണെങ്കി എല്ലാം കൺട്രോൾ ചെയ്ത് ജീവിക്കുമായിരുന്നു. നീയപ്പോ എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ട് അങ്ങ് ഉപേക്ഷിച്ചു. ഇതൊക്കെ ന്യായമാണോ കൃഷ്ണ? ദാ നോക്ക്, നീ ഇനി എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും എനിക്ക് അടുക്കാൻ കഴിയില്ല. നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തു മനസ്സിലായിന്ന്? ഞാൻ നിന്നോട് ഒരുപാട് കാര്യങ്ങളിൽ കോപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും നീ എന്നെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തു മനസ്സിലായി? നീ സത്യമൊന്നും പറയാത്തത് കൊണ്ട് അവനിയോട് ചോദിച്ചു. അവനീ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങള് എന്നോട് പറഞ്ഞു. പറഞ്ഞു അല്ലേ? പറഞ്ഞു, എല്ലാം അവള് പറഞ്ഞു. എന്നെ ഡ്രഗ്സ് കേസിൽ പിടിച്ച കാര്യവും അവള് പറഞ്ഞു അല്ലേ? ആ, അതും പറഞ്ഞു. എന്നെ ആ കേസിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി നിന്നെ കല്യാണം കഴിക്കരുതെന്നുള്ള കണ്ടീഷനും അവള് വെച്ചു. അതും നിന്നോട് അവള് പറഞ്ഞായിരുന്നോ? ആ, അതും അവൾ എന്നോട് പറഞ്ഞു. എന്റെ അടുത്ത് വന്ന് നടന്നതൊന്നും ആരോടും പറയില്ല എന്ന് പറഞ്ഞു. ആരോടും പറയരുതെന്ന് എന്നോടും അവള് പറഞ്ഞു. എന്നിട്ട് അവളിത് നിന്നോട് പറഞ്ഞത് എന്തിനാ? എന്താ അവളുടെ പ്രശ്നം? ഇപ്പൊ തന്നെ അവളെ കണ്ട് നല്ലത് രണ്ടെണ്ണം പറയണം. കാണിച്ചു കൊടുക്കാം. അവനെയൊന്നും പറഞ്ഞില്ല കൃഷ്ണ. അവന് എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നീ പെട്ടെന്നിങ്ങനെ മാറിയതിന്റെ കാരണം അറിയാൻ ഞാൻ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാ. നീ സത്യങ്ങളെല്ലാം പറഞ്ഞു. എന്റെ അമ്മോ, നീ ചില്ലറക്കാരിയല്ല. അതെ, ഞാൻ ചില്ലറക്കാരിയല്ല. അതുകൊണ്ട് നീ ഒരുപാട് ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു. സത്യമൊക്കെ മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യും? ഈ കാര്യം എല്ലാവരുടെ മുമ്പിലും പറയാൻ പറ്റുന്നതല്ല. എന്റെ കാര്യം അമ്മ അറിഞ്ഞു കഴിഞ്ഞാ എന്ത് തീരുമാനം എടുക്കുമെന്നും പറയാൻ പറ്റില്ല. അര നിമിഷം പോലും ആലോചിക്കില്ല. മകനാണെന്ന് പോലും നോക്കാതെ പുറത്താക്കിയിരിക്കും അമ്മ. അതുകൊണ്ടല്ലേ എനിക്ക് അവന് പറഞ്ഞു ചെയ്യേണ്ട വന്നത്. നീ ചെറിയ തരികിടയൊക്കെ നടത്തുന്ന കള്ളനാണെന്നാ കരുതിയത്. സാറിന്റെ കയ്യില് ഇത്തരം വിദ്യകളും ഉണ്ടായിരുന്നോ സാറേ? അത് ഞാൻ പണ്ട് ചേരിയിലായിരുന്നപ്പോ പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാ ഇവിടെ വന്നപ്പോ നിർത്താമെന്ന് വിചാരിച്ചപ്പോ പെട്ടെന്ന് അങ്ങനെ നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാ അങ്ങനെ ചെയ്തത്. അവനെയാണെങ്കിൽ നല്ലൊരു അവസരം കിട്ടില്ലോന്ന് കരുതി എന്നെ അങ്ങ് പെടുത്തി. അല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നെ അങ്ങനെ ഒഴിവാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആദ്യ നോട്ടത്തിൽ തന്നെ നിന്നെ പ്രണയിച്ചവനാ ഞാൻ. അത്ര എളുപ്പത്തില് എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ലല്ലോ. നിന്നോട് അകലുന്നുണ്ടെങ്കിൽ അതിന്റെ അല്ലേ വേണ്ട, അത് പറഞ്ഞ നന്നാവില്ല. അത്രക്കിഷ്ടമാ നിന്നെ. ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ പുറത്തു വരുന്ന ഹാരിക? നീ നന്നായിട്ടൊന്ന് ആലോചിക്കേ. യെസ്, എന്ത് വേണോന്ന് എനിക്കറിയാം. നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. എന്താ അത്? അവനി, തനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. അച്ഛനും അമ്മയും എന്നെ ഏൽപ്പിച്ചു തന്ന ബാധ്യത എനിക്ക് വലിയ ഭാരമായി മാറിയിട്ടുണ്ട് ഏട്ടാ. താൻ അത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഇപ്പോ മനസ്സിന് വലിയ പ്രയാസാവും. ചിലതൊക്കെ ഇങ്ങനെ പറയാൻ വളരെ എളുപ്പമായിരിക്കും, ചെയ്ത് കാണിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോ എന്ത് നടത്തണമെന്നും എങ്ങനെ എന്തൊക്കെ നടത്തണമെന്നും നമ്മളെക്കാളും കാലത്തിന് നന്നായിട്ട് അറിയാടോ. ആലോചിച്ചിരുന്നതൊക്കെ മതി, എല്ലാം അതിന്റെ വഴിക്ക് വിട്ടേക്ക്. ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതിരുന്ന മറ്റുള്ളവര് ചോദ്യം ചോദിക്കുമ്പോ മറുപടി ഉണ്ടാവില്ല ഏട്ടാ. ശരി, ഇപ്പൊ താൻ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ ഞാൻ മിണ്ടാതിരുന്നേ. കറങ്ങി തിരിഞ്ഞ കല്യാണത്തിന്റെ ഉത്തരവാദിത്വം എന്റെ തലയിലാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല.
അവരുടെ കല്യാണത്തിന്റെ ശത്രുവാണ് ഞാൻ. അത് നടത്തുന്ന ഒരു നടത്തിപ്പുകാരിയാവാൻ എനിക്ക് ആവില്ല, ആവണ്ട, ആവരുത്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് ആ ബാധ്യതയിൽ നിന്ന് എനിക്കൊരു വിമുക്തി ലഭിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എന്താന്ന് വെച്ചാ കൃഷ്ണേട്ടനെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. അവരുടെ കല്യാണം നടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഏട്ടാ എനിക്ക്. എന്റെ അഭിപ്രായത്തില് ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. എന്ത്? ഏട്ടനെ കുറിച്ചുള്ള സത്യം താൻ പറയണം. തമാശ കളിക്കല്ലേ ഏട്ടാ. നമുക്ക് അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ നമുക്കിത് പണ്ടേ ആവാറുന്നില്ലേ? സത്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണോ അവനി, ഇല്ലെങ്കില് അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും. നിങ്ങൾ ഇതെന്താ എന്റെ ചേച്ചി പോലെ സംസാരിക്കുന്നേ? ചേച്ചിയോട് ഞാൻ എന്റെ വിഷമം പറയാൻ പോയപ്പോ എന്താ പറഞ്ഞെന്നറിയാവോ? നിന്റെ ത്യാഗം കണ്ടിട്ടേ എന്തെങ്കിലും ഒരു ദിവസം നിന്നെ പിടിച്ചു നിർത്തി പാലഭിഷേകം നടത്തുമെന്ന് കരുതുന്നുണ്ടോ? അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല. ഇപ്പൊ നീ ആ രണ്ടുപേരുടെയും കല്യാണം നടത്തി കഴിഞ്ഞാലേ നാളെ അവൻ കള്ളനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ നിനക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നിട്ടും ഞങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് നിന്നോട് തന്നെ അവർ ചോദിക്കും. ഈ പറഞ്ഞ കാര്യം എന്തായാലും സംഭവിക്കും, നോക്കിക്കും. ഇപ്പൊ സത്യമൊക്കെ മറച്ചു വെച്ച് നല്ലവളാണെന്ന് പറയിപ്പിച്ചാലും പിന്നീട് സത്യം അറിഞ്ഞു കഴിയുമ്പോ അത് ദോഷമേ വരുത്തൂ. ഇനി നിന്റെ ഇഷ്ടം, നന്നായിട്ട് ആലോചിക്കുന്നേ. ചേച്ചി പറഞ്ഞാൽ എന്താ തെറ്റാ അവനി? വിശ്വാസം എന്നതേ ഒരു ചെറിയ വാക്ക്. വായിക്കാനേ ഒരു നിമിഷം മതി, ആലോചിക്കാൻ അതിന്റെ ഒരു പകുതിയും മതി. മനസ്സിലാക്കാൻ ദിവസങ്ങൾ എടുത്തെന്നും വരും. പക്ഷേ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നേടിയെടുക്കാൻ ജീവിതം തികയാതെ വരും. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന എന്റെ ഭാര്യയെ നാളെ ഒരു ദിവസം ആരും വിശ്വാസവഞ്ചിക എന്ന് മുദ്ര കുത്താൻ പാടില്ല. എന്റെ അച്ഛനമ്മമാര് പോലും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാ അതെനിക്ക് സഹിക്കില്ലടോ. ഭാവിയിൽ അങ്ങനെയൊന്നും ആർക്കും പറയാൻ അവസരം കൊടുക്കണ്ടെങ്കിൽ താനിപ്പോ എല്ലാ സത്യവും പറഞ്ഞേ പറ്റൂ. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ താൻ ഏറ്റെടുത്ത് ഒന്നും ഇങ്ങനെ സഹിക്കേണ്ട ആവശ്യമില്ല അവനി. അതുകൊണ്ട് തനിക്ക് പകരം ഞാൻ തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറഞ്ഞോളാം. കൃഷ്ണേട്ടനെ കുറിച്ചും നിഹാരികയെ കുറിച്ചും ഉള്ളതുള്ള പോലെ തന്നെ ഞാൻ പറയും. അപ്പോഴേ എന്റെ ഭാര്യയ്ക്ക് സമാധാനം കിട്ടൂ. അല്ലെങ്കിൽ ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കും. ഏട്ടോ നിന്നെ ഇങ്ങനെ എടുത്തു ചാടല്ലേ ഏട്ടാ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി അവനി. സത്യം പറഞ്ഞ് ഈ കല്യാണം തടയാൻ നമുക്ക്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ? ഉണ്ടാവട്ടെന്നേ, നമുക്ക് നേരിടാം. താനിങ്ങോട്ട് വന്നേ. ഏട്ടാ പറയുന്ന കേക്ക്. ഏട്ടാ നിൽക്കേട്ടോ, എന്തിന് ഇത്ര തിരക്ക് കാണിക്കുന്നേ? ചിലപ്പോഴൊക്കെ എടുത്തു ചാടുന്നത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. താനൊന്നും മിണ്ടാതെ കൂടെ വന്നാ മതി. ഏട്ടാ നടക്ക്. അമ്മ, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നത്. എന്താ മോളെ? ആദ്യം നിഹാരിക പോയി കണ്ടു. പുറകെ അനിയനും ആവനിയും വന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കുന്നതും കണ്ടു. എന്ത് നടക്കുമെന്ന് നോക്കാം. എന്തോ പറയാമെന്നിട്ടൊന്നും മിണ്ടാത്ത എന്താ? ഞാൻ പറയാൻ തുടങ്ങുമ്പോ എനിക്ക് എന്റെ ചങ്ക് പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ട് അച്ഛ. എന്നാലും പറയാതെ വഴിയില്ല. എന്തുകൊണ്ടെന്നാ നിങ്ങളോടൊക്കെയല്ലേ എനിക്കിത് പറയാൻ പറ്റൂ. ഞാൻ കല്യാണത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങളോട് പറയാത്ത ദിവസങ്ങളില്ല. എനിക്കിഷ്ടമുള്ളൊരു കുടുംബത്തില് ഞാൻ മരുമകളായിട്ട് കയറി വന്ന എന്റെ ലൈഫില് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. എന്റെ സ്വപ്നം അടുത്തു വരുന്നതിന് പകരം ദിവസങ്ങൾ കഴിയും തോറും അകന്നുകൊണ്ടിരിക്കുക. കൃഷ്ണയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമല്ല. അവനെയും അത് സംസാരിക്കില്ല. ഇങ്ങനൊരു സമയത്ത് എനിക്കൊരു തീരുമാനം എടുക്കാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ദയവ് ചെയ്ത് നിങ്ങൾ ആരും എനിക്ക് വേണ്ടി കരയരുത്.
നിഹാരികയ്ക്ക് ഇത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതിയാ മതി. നിഹാരികയ്ക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണെന്ന് കൂട്ടിയാ മതി. എനിക്ക് ഒരു ഓർമ്മയായിട്ട് എല്ലാ കാലവും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടായാ മതി. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതൊക്കെ എന്റെ അവസാനത്തെ വാക്കുകളായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് പറയുന്ന വാക്കുകളായിട്ട് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചത് ശരിയാ. സഹിക്കാൻ പറ്റാത്ത വിഷമം എന്നും അനുഭവിക്കുന്നതിനേക്കാൾ വിഷം കഴിക്കുന്നതാ നല്ലത്. അതുകൊണ്ട് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഈ വിഷം ഞാൻ കഴിക്കാൻ പോവാ. ഇനി എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? എനിക്ക് ഇപ്പൊ ഇതല്ലാതെ വേറെ മാർഗം കാണാൻ പറ്റുന്നില്ലമ്മ. എന്തുകൊണ്ടെന്നാ കല്യാണം നടന്നില്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോകാനാവില്ല. എന്റെ ബന്ധുക്കളുടെയും എന്റെ ഫ്രണ്ട്സിന്റെയും മുമ്പിൽ എനിക്ക് മുഖം കാണിക്കാനാവില്ല. എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ പേരൻസ് ആത്മഹത്യ ചെയ്ത് കളയും. അവരുടെ മരണങ്ങൾ കാണാൻ വേണ്ടിയും അപമാനങ്ങൾ സഹിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്ന എന്തിനാമ്മ? അതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. എനിക്ക് ആർക്കും ഒരു ബാധ്യതയാകാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ കുടിക്കാൻ പോവാ. നിഹാരിക, നിഹാരിക മോളെ, വേദ, വേദ, മോളെ, മോളെ അരുത്, മോളെ, നിഹാരിക, അരുത് മോളെ, അരുത്, മോളെ, വിട്. കാണിക്കുന്നേ, എന്നെ വിട്. മോളെ, പറയുന്നതൊന്ന് അരുത്, കേൾക്ക്. വേണ്ട, ഇല്ല, മോളെ, എന്നെ വിടമ്മ. വേദ, നിഹാരിക എന്താ മോളെ കാണിക്കുന്നത്? വേണ്ട മോളെ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അച്ഛാ. മോളെ, മോളെ എന്റെ വിടാൻ. നിഹാരിക, നിന്റെ ഈ ഒരു ആംഗിൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വേണ്ട മോളെ നിഹാരിക. എന്നെ സമാധാനായിട്ട് മരിക്കാൻ സമ്മതിക്ക്. നിഹാരിക, എന്നെ എന്തിനാ രക്ഷിച്ചത് അമ്മ? എനിക്ക് മരിച്ചാ മതിയായിരുന്നു. ഇപ്പൊ എന്നെ തടഞ്ഞു വെച്ചാലും നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്ത് എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാ ഞാനും കൂടി ചത്തു കളയും മോളെ. ഇത്രയും കാലം കാത്തിരുന്നത് ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടിട്ടാണോ? ഞാൻ പിന്നെ എന്താ വേണ്ടത് അച്ഛാ? ഇപ്പൊ തന്നെ അവനിയോട് സംസാരിക്കാം, വാ. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? നീയെല്ലാം കേട്ടല്ലോ അല്ലേ? നിഹാരിക കാണിച്ചു കൂട്ടിയത് നീ കണ്ടോ? അമ്മേ, നിങ്ങൾ നിഹാരികയെ വിശ്വസിക്കരുത്. ഇതൊക്കെ ഈ കള്ളി മനഃപൂർവ്വം ചെയ്യുന്നതാ.
ഇപ്പൊ ഞാൻ അമ്മയോട് കുറച്ച് സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാ വന്നത്. നമ്മളെ വിശ്വസിച്ച് വന്നൊരു പെണ്ണിന്റെ കണ്ണീര് നിനക്ക് നാടകമായി തോന്നിയല്ലേ? അതെ അച്ഛാ, എനിക്ക് നാടകമായിട്ട് തന്നെ ഇത് തോന്നിയത്. നിങ്ങൾ അവളെ വിശ്വസിക്കാൻ പാടില്ല.